എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ രണ്ട് വില്ലന്മാരെ കാണിക്കാണ്. അപ്പൊ ആ ഒരു ഗുഹയിലേക്ക് ഇപ്പൊ ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ സാക്ഷാൽ സെറ്റ്സു. സെറ്റ്സു പറയും, യു ഗായ്സ് ആർ അൺബിലീവബിൾ. ഇത്രയും ടൈം വേണോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ? അതിന് ഹിഡൻ ദേഷ്യപ്പെട്ട് പറയും, ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്റെ പ്രാർത്ഥന അതാദ്യം കംപ്ലീറ്റ് ചെയ്യണം, എങ്കിലും മാത്രമേ ഇവളുടെ പവർ അത് അബ്സോർബ് ചെയ്യാൻ കഴിയൂ. കാഗസു പറയും, എനിക്ക് ആവശ്യം പണമാണ്, അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ഈ തുക്കട ടീമില് ഞാൻ ചേർന്നത് പോലും. അതിന് സെറ്റ്സ് പറയും, നമുക്ക് കാശും മിഷനും ടൈമും എല്ലാം പ്രധാനമാണ്, ഇവളുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവൻ അവളെയും തൂക്കി ഇപ്പൊ പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കാണ്. അവിടെ കുട്ടപ്പൻ ഇപ്പൊ പ്രാക്ടീസ് എടുക്കാനായിട്ട് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ്. അവന് പ്രാക്ടീസ് കൊടുക്കാൻ അവന്റെ കൂടെ തന്നെ ഇപ്പൊ യാമുട്ടോ സെൻസായും കാക്കാഷിയും ഉണ്ട്. യാമുട്ടോ പറയും, നമ്മൾ പുതിയ ട്രെയിനിങ് തുടങ്ങുന്നതിന് മുൻപ് ആദ്യം നീ നിന്റെ ബേസിക് കംപ്ലീറ്റ് ചെയ്യ്. അതിന് കുട്ടപ്പൻ പറയും, മാസ്റ്റർ അല്ലേ എനിക്ക് പുതിയ ജിപ്സ് പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞത്, എന്നിട്ട് വീണ്ടും എന്നോട് പഴയ ജിപ്സ് ചെയ്യാനായിട്ട് ഇപ്പൊ നിർബന്ധിക്കുകയാണോ? എനിക്ക് പുതിയ റെസൻഗൺ ടെക്നിക്ക് അത് പഠിപ്പിച്ചതായോ എന്ന് പറയുമ്പോ ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ യാമുട്ടോ സെൻസായി ആവട്ടെ തലയ്ക്ക് കൈ കൊടുക്കും. കാക്കാഷി പറയും, ആദ്യം നീ നിന്റെ ചക്ര എലമെന്റ് അത് ചേഞ്ച് ചെയ്ത് കാണിക്ക്. അതിന് കുട്ടപ്പൻ പറയും, ഞാൻ ഓൾറെഡി എന്റെ ചക്ര എലമെന്റ് അത് ചേഞ്ച് ചെയ്തതല്ലേ, വിൻഡ് നേച്ചർ അല്ലേ എന്റെ പവർ. അതിന് മാസ്റ്റർ പറയും, അത് കുഴപ്പമില്ല, പക്ഷെ നീ ഒന്നുകൂടെ അതെനിക്ക് കാണിച്ചു തരണം. കുട്ടപ്പൻ അത് കേൾക്കേണ്ട താമസം അവന്റെ മൾട്ടി ക്ലൗൺസിനെ അവിടെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഇല അതിപ്പോ രണ്ടായിട്ട് കീറാൻ തുടങ്ങും. അവന്റെ പ്രഷറില് ആ ഇലകളെല്ലാം തന്നെ ഇപ്പൊ രണ്ടായിട്ട് കീറും. യാഹൂ, ഞാൻ കീറിയെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പൻ തുള്ളിച്ചാടും. പക്ഷെ ഒരുപാട് എനർജി കുട്ടപ്പൻ എടുത്തതുകൊണ്ട് തന്നെ അങ്ങനെ മയങ്ങി ഇപ്പൊ താഴെ വീഴും. അപ്പൊ യാമുട്ടോ സെൻസായി കുട്ടപ്പനെ തൂക്കിയെടുത്ത് ഇപ്പൊ ഒരു മരത്തിന്റെ ചോട്ടിലിരുത്തും. ഇവന്റെ ഷാഡോ ക്ലൗൺ ജിപ്സു അത് അടിപൊളിയാണ്. ഇവൻ ഇതുപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പൊ അതേസമയം ആ വില്ലന്മാര് അവരെവിടെയോ ലക്ഷ്യമാക്കി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാഗസ് പറയും, ഈ മലയുടെ മുകളിലെങ്കിലും ആ ഒരു മോൺസ്റ്റർ ഉണ്ടാവോ, അതോ ഈ കഷ്ടപ്പാട് മുഴുവൻ അത് വെറുതെ ആവും ചോദിക്കുമ്പോ അതിന് മറ്റവൻ പറയും, മിണ്ടാതിരുന്നോണം അല്ലെങ്കിൽ ഇടിച്ചു കൊല്ലും ഞാൻ. ഇവിടെ ഹൊക്കാഗ അസിസ്റ്റന്റ് ചേച്ചിയുടെ കയ്യില് ഒരു പേപ്പർ കൊടുത്ത് അതിനെക്കുറിച്ച് പഠിക്കാൻ പറയും. കുട്ടപ്പനാണെങ്കിൽ റെസ്റ്റ് ഒക്കെ എടുത്ത് കണ്ണു തുറക്കുമ്പോഴായിരിക്കും ഇത്രയും നേരം ഞാൻ റെസ്റ്റ് എടുത്തു ചിന്തിക്കുക. അതിന് യാമുട്ടോ മാസ്റ്റർ പറയും, നീ മൾട്ടി ക്ലൗൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിന്റെ ബോഡി അത് പെട്ടെന്ന് വീക്കായി, അതുകൊണ്ടാണ് ഇത്രയും നേരവും നീ റെസ്റ്റ് എടുത്തത്. അതിന് കാക്കാഷി, നിന്റെ അടുത്ത ട്രെയിനിങ് ഈ ഒരു വാട്ടർഫാൾസ് അതിനെ നിർത്തുക എന്നതാണ്. അത് കേട്ട് കുട്ടപ്പൻ ഷോക്കാവുമ്പോ ഇവിടെ യാമുട്ടോ സെൻസായി പറയും, ഈ ഒരു ജിപ്സു അത് നീ ചെയ്യുകയാണെങ്കിൽ നിന്റെ പവർ അത് രണ്ടിരട്ടിയാവും. അതിന് കുട്ടപ്പൻ ചോദിക്കും, അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് അത് ഞാൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്തോ? അതിന് കാക്കാഷി, അതെ, നീ നല്ല രീതിയിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു. കാക്കാഷി ആക്ച്വലി ഇപ്പൊ കുട്ടപ്പന്റെ പെർഫോമൻസ് കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കുട്ടപ്പനെ കൊണ്ട് മാത്രമേ ഇത് ഇത്ര എളുപ്പത്തില് ചെയ്തു തീർക്കാൻ കഴിയൂ. അത് കഴിഞ്ഞ് ഇപ്പൊ ആ നദിക്ക് ക്രോസ് ആയിട്ട് യാമുട്ടോ സെൻസായി ആവട്ടെ ആളുടെ വുഡ് ജിപ്സ് ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് തന്നെ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യും. മാസ്റ്റർ കുട്ടപ്പനോട് പറയും, അതാണ് നിന്റെ ട്രെയിനിങ് ഏരിയ, നീ അവിടേക്ക് പോ. ഉടനെ യാമുട്ടോ സെൻസായി ഇപ്പൊ മറ്റൊരു ജിപ്സ് ക്രിയേറ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അഥവാ കുട്ടപ്പൻ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് അവന്റെ നയൻ ടെയിലിന്റെ പവർ അത് പുറത്തു വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ജിപ്സ് ഉപയോഗിച്ച് റെഡി ആയിട്ട് നിൽക്കുന്നത്. കട്ട് ചെയ്ത കുട്ടപ്പൻ അവന്റെ ഡ്രസ്സൊക്കെ അഴിച്ച് താഴെയിട്ട് ആ ഒരു വിൻഡ് ചക്ര അതവന്റെ കയ്യിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇപ്പൊ ശ്രമിക്കാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ ആസ്മ സെൻസായി അവന് പറഞ്ഞു കൊടുത്ത കാര്യം ആലോചിക്കും. നിന്റെ രണ്ട് ചക്ര അത് ഒരേ സമയത്ത് ഏറ്റുമുട്ടിയാല് പുതുതായിട്ടൊരു ചക്ര ഉണ്ടാവും. കുട്ടപ്പൻ എങ്ങനെയൊക്കെയോ പവർ എടുത്ത് അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് ഇപ്പൊ ആ വാട്ടർഫോൾസ് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ ശ്രമം ആരംഭിക്കും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ലോങ് ഷോട്ടില് സാക്കുറയും സായും കുട്ടപ്പൻ പ്രാക്ടീസ് ചെയ്യുന്നത് അങ്ങനെ നോക്കി നിൽക്കും. സാക്കുറ പറയും, ഇത് കുട്ടപ്പനെ കൊണ്ട് മാത്രമേ കഴിയൂ, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ സപ്പോർട്ടും അത് നമ്മൾ കുട്ടപ്പന് ചെയ്തു കൊടുക്കണം. അവനൊരു പ്രത്യേക ഫുഡ് പില്ല് അത് ഞാൻ റെഡിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് സാക്കുറ ഷോപ്പിലേക്ക് വന്ന് ചില കോമ്പണൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്തോ ഒരു ഫുഡ് റെഡിയാക്കാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പൻ അവൻ മഴയത്തും വെയിലത്തും പാറ പോലെ ഉറച്ചു നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടപ്പൻ ഒരുപാട് നേരം കഷ്ടപ്പെട്ടിട്ടും അവനെ കൊണ്ട് ഒന്നും നടക്കാതാവുമ്പോ കുട്ടപ്പന്റെ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞ് ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അപ്പൊ കാക്കാഷി ആവട്ടെ ആള് ഹായ് ആയിട്ട് ഒരു ബുക്കും വായിച്ചിരിക്കുകയാണ്. നറൂട്ടോ ഇത്ര പെട്ടെന്ന് മടുത്തോ? ഇവൻ ഇത്രയും ലോലനാണോ? അവൻ ശ്രമിച്ചാല് ഇത് തീർച്ചയായിട്ടും നടക്കുമെന്ന് ഇപ്പൊ കാക്കാഷി മനസ്സിൽ പറയും. കട്ട് ചെയ്ത ആ രണ്ട് വില്ലന്മാര് അവരങ്ങനെ നടന്ന് ആ ഫയർ ടെമ്പിളിന്റെ മുൻപില് ഇപ്പൊ വന്നു കഴിഞ്ഞു. അവിടെ എത്തുമ്പോ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു സാധാരണ ടെമ്പിൾ അല്ല, ഉറപ്പായിട്ടും അവരന്വേഷിക്കുന്ന മോൺസ്റ്റർ അത് ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ കാഗസി അവനവന്റെ കൈ ചുരുട്ടുമ്പോ
കൈ മുഴുവനായിട്ടും ഇപ്പൊ കറുത്ത കളറായി മാറും. അവൻ കൈ ഉയർത്തി ടെമ്പിളിന്റെ ഡോറിന് തന്നെ ആഞ്ഞൊരൊറ്റ അടി അങ്ങോട്ട് കൊടുക്കും. ആ അടിയില് ടെമ്പിളിന്റെ ഡോറ് അതങ്ങനെ തന്നെ തകർന്നു പോവും. അത് കാണുമ്പോ ഇപ്പൊ അകത്തുണ്ടായിരുന്നവരെല്ലാവരും പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങും. അവരുടനെ ഇപ്പൊ മൊട്ട മാസ്റ്ററിനോട് കാര്യം പറയുമ്പോ മാസ്റ്റർ ആവട്ടെ വില്ലന്മാരുടെ മുൻപിലേക്ക് വരും. മൊട്ട മാസ്റ്റർക്ക് അവരെ കാണുമ്പോ തന്നെ മനസ്സിലാവും അവർ അക്കാസ്കി മെമ്പേഴ്സ് ആണെന്ന്. മാസ്റ്റർ ഉടനെ ഇപ്പൊ ബാക്കപ്പിനായിട്ട് ആളുകളോട് ഇപ്പൊ റെഡിയായിട്ട് നിൽക്കാൻ പറയും. ഇവിടെ കാഗസു പറയും ആ ഒരു മൊട്ട മാസ്റ്റർ അവൻ സാധാരണക്കാരനല്ല, അവന് 30 കോടി ട്രിയോ ബില്ലിന്റെ ആസ്തിയുണ്ട്. അതിന് ഹീഡൻ അവൻ പറയും നീ ഈ സമയത്ത് പോലും പണത്തെക്കുറിച്ചാണോ ചിന്തിക്കുന്നേ? അതിനവൻ പറയും എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ക്യാഷ് തന്നെയാണ് ഇമ്പോർട്ടന്റ്. അങ്ങനെ 1ന് 100 പറഞ്ഞ് 50 പറഞ്ഞ് അവര് രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ് ഫൈറ്റ്. അത് കണ്ട് മൊട്ട മാസ്റ്റർ വിളിച്ചു പറയും ഇത് ഫൈറ്റ് കൂടാനുള്ള സ്ഥലല്ല, ജീവൻ വേണമെങ്കിൽ രണ്ടുപേരും ഓടിക്കോ. അത് കേട്ട് വില്ലന്മാര് അവര് പരസ്പരം പറയും ഈ മൊട്ടത്തലയൻ അവൻ ആൾ ചില്ലറക്കാരനല്ല, അവന്റെ അരയെ കെട്ടിയ ടവല് അത് കണ്ടാൽ തന്നെ അറിയാം അവൻ ആ 12 നിഞ്ച ഗാർഡിലെ ഒരു മെമ്പറാണ്. വില്ലന്മാരൊട്ടനെ ഇപ്പൊ മൊട്ട മാസ്റ്റർ അടുത്തേക്ക് ആളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി വരാണ്. അവരോടി വരെ ഇപ്പൊ മാസ്റ്റർ അനങ്ങാതെ നിൽക്കും. അവര് ക്ലോസ് എത്തിയ ഉടൻ ഇപ്പൊ മാസ്റ്റർ ആവട്ടെ ആളുടെ കൈ ഉപയോഗിച്ച് അവിടേക്ക് സാക്ഷാൽ ബുദ്ധനെ തന്നെ ഇപ്പൊ കൊണ്ടുവരും. വില്ലന്മാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല എന്താ സംഭവിക്കണേന്ന് പറഞ്ഞ് അവര് പരസ്പരം നോക്കും. വില്ലന്മാര് പറയും എന്തൊക്കെ സംഭവിച്ചാലും നമുക്കിത് ചെയ്തേ മതിയാവും. അവനെ ഇടിക്കുകയെന്ന് പറഞ്ഞ് ഇപ്പൊ രണ്ടുപേരും മൊട്ട മാസ്റ്റർ അടുത്തേക്ക് ചാടി വീഴും. പക്ഷെ അപ്പോഴേക്കും ബുദ്ധന്റെ കൈകള് ഇപ്പൊ പുറത്തേക്ക് വന്ന് അവരെ അറഞ്ചം പുറഞ്ചം ഇടിച്ചു തെറിപ്പിക്കുകയാണ്. മൊട്ട മാസ്റ്റർ വീണ്ടും പറയും നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഞാൻ തട്ടിക്കളയും. അതിന് ഹിഡൻ അവൻ ടെൻഷനായിട്ട് വീണ്ടും അവന്റെ ടൂൾ എടുത്ത് മൊട്ട മാസ്റ്റർ അടിക്കാനായിട്ട് അടുത്തേക്ക് ഓടി വരികയാണ്. മൊട്ട മാസ്റ്റർ 1000 ഹാൻഡ്സ് പഞ്ച് എന്ന് പറഞ്ഞ് മോൺസ്റ്റർ കൈകൾ വെച്ച് വില്ലനെ ഇടിക്കാൻ തുടങ്ങും. വലിയ ശബ്ദത്തില് ഇപ്പൊ ഒരുപാട് ഇടി മുഴങ്ങുമ്പോ ആ സ്ഥലം തന്നെ ആ ഒരു പവറില് ഇപ്പൊ തകർന്ന് താഴെ വീഴും. അപ്പൊ ദൂരത്തായിട്ട് വില്ലൻ വീണ്ടും മുൻപ് കിടന്നതുപോലെ ആ ഒരു സർക്കിളില് അങ്ങനെ കിടക്കാണ്. അവന്റെ തൊട്ടടുത്തായിട്ട് മൊട്ട മാസ്റ്റർ ആവട്ടെ മരിച്ചു കിടക്കാണ്. അവരെന്ത് തന്ത്രം ഉപയോഗിച്ചാണ് മൊട്ട മാസ്റ്ററെ കൊന്നതെന്ന് ഇപ്പൊ കാണിക്കില്ല. പക്ഷെ മൊട്ട മാസ്റ്റർ ആള് മരിച്ചു പോയിരിക്കാണ്. ഇതൊരു സങ്കട സീനാണ്. കാഗസു പതിയെ ഇപ്പൊ മുൻപോട്ട് വന്ന് മൊട്ട മാസ്റ്ററെ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൂളായിട്ട് നടന്നു പോവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ മറ്റൊരുത്തൻ കാണും. അപ്പൊ താഴെ കിടന്ന വില്ലൻ അവൻ ചാടി എഴുന്നേറ്റിട്ട് പറയും ഇങ്ങോട്ട് വന്നത് അത് ശരിക്കും വേസ്റ്റ് ആണ്, നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവര് പുറപ്പെടാനായിട്ട് ഇപ്പൊ റെഡിയാവും. അതേ സമയത്ത് ഇവിടെ കുട്ടപ്പന്റെ ട്രെയിനിങ് അതെങ്ങും എത്താതാവുമ്പോ കുട്ടപ്പൻ പറയും എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും ഒരുപാട് ക്ലൗൺസിനെ എനിക്ക് ആവശ്യം വരുമെന്നാണ്. അതിന് കാക്കാഷി പറയും കുറച്ച് ക്ലൗൺസിന് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു ജിപ്സു അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് സമയം എടുക്കും. അതിന് നറൂട്ടോ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഇനിയും ക്ലൗൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. അതിന് കാക്കാഷി പറയും നീ ആദ്യം ചെയ്ത ആ ഒരു ലീഫിന്റെ ജിപ്സു അത് സാധാരണ മറ്റുള്ളവർ പഠിക്കുന്നത് 6 മാസം കൊണ്ടാണ്. ഇപ്പൊ നീ ചെയ്യുന്ന ഈ ഒരു ജിപ്സു അത് പഠിക്കണമെങ്കിൽ 1 വർഷമെങ്കിലും വേണം. പക്ഷെ നിന്നെ കൊണ്ട് മാത്രം അത് വെറും മണിക്കൂറുകൾക്കുള്ളില് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നീ സമാധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യ്. മാത്രമല്ല സാസുക അവന്റെ ചിത്തോരി പവർ ട്രെയിനിങ് അത് ഒരുപാട് കാലം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് മാസ്റ്റർ പറയുമ്പോ കുട്ടപ്പന് പെട്ടെന്ന് ഇപ്പൊ സാസുകയെ ഓർമ്മ വരും. കുട്ടപ്പൻ പറയും ഞാൻ എത്രയൊക്കെ റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഈ ഒരു ജിപ്സു അത് കംപ്ലീറ്റ് ചെയ്യും. ഈ വാട്ടർഫോൾസിന്റെ സ്ട്രെങ്ത് അത് കൂട്ടാനായിട്ട് കുട്ടപ്പൻ വിളിച്ചു പോവും. അത് കേട്ട് മാസ്റ്റർ ആവട്ടെ ഇപ്പൊ യാമുട്ടോയുടെ അടുത്തേക്ക് ചെല്ലും. ആ സമയത്ത് കാര്യം പിടികിട്ടിയ യാമുട്ടോ സെൻസായി വാട്ടർഫോൾസ് അത് ഡബിൾ ആക്കി മാറ്റും. അത് കണ്ട് കുട്ടപ്പൻ ഹാപ്പി ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.